നമസ്സർവേഭ്യഃ. അർജുനൻ തന്റെ കർമ്മങ്ങളിൽ നിന്ന് പിന്മാറി മൗനമായി കൃഷ്ണന്റെ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ വെറുമൊരു സാരഥി എന്ന നിലയിൽ നിന്ന് ജഗദ്ഗുരു എന്ന പദവിയിലേക്ക് ഭഗവാൻ കൃഷ്ണൻ ഉയരുന്നതാണ് നാം കാണുന്നത്. സാധാരണ ലൗകികമായ ആശ്വാസവാക്കുകൾക്ക് പകരം ജീവിതത്തിന്റെയും മരണത്തിന്റെയും നിഗൂഢമായ സത്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവാൻ തന്റെ ഉപദേശം ആരംഭിക്കുന്നത്. നീ എന്തിനാണ് ദുഃഖിക്കുന്നത് എന്ന ചോദ്യത്തിന് ശരീരമല്ല ആത്മാവാണ് സത്യമെന്ന് ഉറപ്പിച്ചു പറയുന്ന സാഖ്യയോഗത്തിലെ ഏറ്റവും കരുത്തുറ്റ ശ്ലോകങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം ശ്ലോകം കേൾക്കാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. വരികളുടെ അർത്ഥം നോക്കാം. ശ്രീ ഭഗവാനുവാച അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ. ശ്രീ ഭഗവാനുവാച ഭഗവാൻ പറഞ്ഞു, അശോച്യാൻ ദുഃഖിക്കാൻ യോഗ്യമല്ലാത്തവരെ കുറിച്ച്, അന്വശോചഃ നീ ദുഃഖിക്കുന്നു, പ്രജ്ഞാവാദാൻ പണ്ഡിതനെ പോലെയുള്ള വാക്കുകൾ ഭാഷസേ സംസാരിക്കുന്നു, ഗതാസൂന ഗതാംസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ ഗതാസൂൻ മരിച്ചവരെ കുറിച്ച്, അഗതാസൂൻ മരിക്കാത്തവരെ കുറിച്ചും, ന അനുശോചന്തി പണ്ഡിതാഃ ദുഃഖിക്കുന്നില്ല ജ്ഞാനികൾ. ഭഗവാൻ പറഞ്ഞു, അർജുന, ദുഃഖിക്കേണ്ടതില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു, എന്നാൽ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥ ജ്ഞാനികൾ മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ ദുഃഖിക്കാറില്ല. അടുത്ത ശ്ലോകം കേൾക്കാം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ. നത്വേവാഹം ന തു ഏവ അഹം, ന തു ഏവ ഒരിക്കലുമില്ല, അഹം ഞാൻ, ജാതു ഏതെങ്കിലും കാലത്ത്, ന ആസം ഇല്ലാതിരുന്നിട്ടില്ല, ന ത്വം നീയുമില്ല, ന ഇമേ ഇവരൊന്നുമില്ല, ജനാധിപാഃ രാജാക്കന്മാർ, ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ന ച ഏവ ന ചൈവ ന ച ഏവ ഇല്ല തന്നെ, ന ഭവിഷ്യാമഃ ഇല്ലാതാവുകയുമില്ല, സർവേ വയം നമ്മളെല്ലാവരും, അതഃ പരം ഇതിനു ശേഷവും ഇനിമേലിലും. ഞാനോ നീയോ ഈ കാണുന്ന രാജാക്കന്മാരോ ഇല്ലാതിരുന്ന ഒരു കാലം മുമ്പുണ്ടായിട്ടില്ല, ഇനിമേലിൽ നമ്മളെല്ലാവരും ഇല്ലാതാകുന്നുമില്ല. അതായത് ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തും നാം എല്ലാവരും ആത്മാവായി നിലനിൽക്കുന്നു. അടുത്ത ശ്ലോകം കേൾക്കാം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരൈ യൗവനം ജരാ തഥാ ദേഹാന്തരഃ പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരൈ യൗവനം ജരാ തഥാ ദേഹാന്തരഃ പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. ദേഹിനഃ ആത്മാവിന്
അസ്മിൻ ദേഹേ ഈ ശരീരത്തിൽ യഥാ എപ്രകാരമാണോ കൗമാരം അതായത് ബോയ്ഹുഡ്, യൗവനം യൂത്ത്, ജര വാർദ്ധക്യം, തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. തഥാ അതുപോലെ ദേഹാന്തര പ്രാപ്തി മറ്റൊരു ശരീരം ലഭിക്കൽ, ധീരഹ ധീരനായവൻ, തത്ര അതിൽ ന മുഹ്യതി മോഹിക്കപ്പെടുന്നില്ല. ശരീരത്തിന് ബാല്യവും യൗവനവും വാർദ്ധക്യവും എപ്രകാരമാണോ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് മരണശേഷം മറ്റൊരു ശരീരം സ്വീകരിക്കുന്നതും. അതുകൊണ്ട് ജ്ഞാനികളായ ആളുകൾ മരണത്തിൽ ദുഃഖിക്കുകയോ ഭ്രമിക്കുകയോ ഇല്ല. ജീവിതപാഠം: മാറ്റം ശരീരത്തിന് മാത്രമാണെന്നും നമ്മുടെ ഉള്ളിലെ ചൈതന്യം അതായത് ആത്മാവ് നിത്യമാണെന്നും തിരിച്ചറിയുക. ജനന മരണങ്ങൾ വസ്ത്രം മാറുന്നത് പോലെ സ്വാഭാവികമാണെന്ന് കണ്ട് മരണഭയത്തെ അതിജീവിക്കുക. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് വ്യസനിക്കാതെ മനസ്സിനെ ശാന്തമാക്കുക. ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളിലും മാറ്റങ്ങളിലും പതറാതെ സമചിത്തതയോടെ മുന്നോട്ടു പോവുക. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരൈ യൗവനം ജരാ തഥാ ദേഹാന്തരഃ പ്രാപ്തിഃ ധീരസ്തത്ര ന മുഹ്യതി. ഈ 3 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ അതായത് നമ്മുടെയും കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിക്കുകയാണ്. മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും വാർദ്ധക്യത്തിലേക്കും ശരീരം മാറുന്നത് പോലെയുള്ള ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്ന് ഭഗവാൻ ബോധ്യപ്പെടുത്തുന്നു. ആത്മാവ് നിത്യമാണെന്നും അത് ഒരിക്കലും ഇല്ലാതാകുന്നില്ലെന്നും ഉള്ള തിരിച്ചറിവ് ഏതൊരു മനുഷ്യനും നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. ഈ ജ്ഞാനമുണ്ടായാൽ ജീവിതത്തിലെ നഷ്ടങ്ങളും മരണഭയവും നമ്മെ വേട്ടയാടില്ല. ഇപ്രകാരം ആത്മാവ് അനശ്വരമാണെന്ന് മനസ്സിലാക്കിയാലും നമുക്ക് അനുഭവപ്പെടുന്ന സുഖദുഃഖങ്ങളെയും ശീതോഷ്ണങ്ങളെയും എങ്ങനെ നേരിടണം, അതിനുള്ള അതിമനോഹരമായ മറുപടിയാണ് ഭഗവാൻ നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ തരുന്നത്. അടുത്ത ശ്ലോകത്തിൽ വീണ്ടും കാണാം. ധന്യവാദഃ. ഹരേ കൃഷ്ണ.